2015 മണ്ണിൻ്റെ വർഷമാണ്. മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനാണ് ഈ വർഷം മണ്ണിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വർഗീസ് തരകനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ജലവും മണ്ണും സംരക്ഷിച്ച് ഒരു കുന്നിൻ പ്രദേശത്തെ മാറ്റിമറിച്ച മാന്ത്രികതയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തൃശ്ശൂരിലെ വേലൂർ പഞ്ചായത്തിലുള്ള കുറുമാൻ കുന്നിലെ സ്വന്തം സ്ഥലത്തേക്കാണ് വർഗീസ് തരകൻ ഗേറ്റ് തുറന്ന് കയറുന്നത്. 2 കൊല്ലം മുമ്പ് എത്തുമ്പോൾ ഈ ഭൂമി ഇങ്ങനെയായിരുന്നില്ല. സ്വന്തം കഥയിലൂടെ വർഗീസ് തരകൻ ഇനി പറയാൻ പോകുന്നത് ഒരു ഭൂമിയുടെ കൂടി കഥയാണ്. ഒരു ഭൂമി അതിൻ്റെ വെള്ളം കണ്ടെത്തിയ കഥ. ഏകദേശം 15 വർഷം മുന്നാണ് ഈ കൃഷിസ്ഥലം വാങ്ങിച്ചത്. ഈ കൃഷിസ്ഥലം വാങ്ങിക്കുമ്പോൾ അതിൽ നിറച്ച് പാല് പറ്റാറായ റബ്ബർ മരങ്ങളായിരുന്നു. ആ റബ്ബർ മരങ്ങൾ 2013 ഏപ്രിൽ മെയ് മാസത്തോട് വിട്ട് വെട്ടി സ്ലോട്ടറിങ് കഴിഞ്ഞ് എല്ലാം വെട്ടി അവസാനിപ്പിച്ചു. അതിനുശേഷം ഇവിടെ ആ കാലഘട്ടത്തിൽ ഈ 15 വർഷം ഇവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ ഒഴുകി പോകണം. അത് ഒരു വാശിയുടെ കൂടി തുടക്കമായിരുന്നു. ഈ കുന്നിൻപുറം ഒരു വാഴത്തോപ്പാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരുപാട് കളിയാക്കൽ കേട്ടു. റബ്ബർ പോലുള്ള കൃഷികളെ ഇവിടെ പറ്റൂ എന്നും വളർച്ചയ്ക്ക് വെള്ളം വേണ്ട വാഴ ഈ മൊട്ടക്കുന്നിൽ നന്നാകില്ലെന്നും പറഞ്ഞവരോട് വാശി കൂടി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായിട്ടുള്ള ഇപ്പോൾ ഈ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2000-ഓളം വാഴക്കൊല നമ്മൾ വെട്ടിക്കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ടൊക്കെ ഒരു 2.5-3 വർഷത്തെ കഷ്ടി വളർച്ചയായി കഴിഞ്ഞു. ഓടിപ്പോകുന്ന വെള്ളത്തെ ഇണക്കി മണ്ണിൽ കുടിയിരുത്താൻ നീളത്തിൽ കിടങ്ങുകൾ കുഴിച്ചു. ഒരു വശത്ത് 34-ഉം മറുവശത്ത് 35-ഉം ട്രഞ്ചുകൾ കുത്തി. 200 മീറ്റർ നീളത്തിലെ കുന്നാണ് ഈ ഭൂമി. കൃഷിയിടം 2ആയി പകുത്ത് സഞ്ചാര സൗകര്യത്തിന് നല്ല വഴിയുണ്ടാക്കി. വഴിയിൽ ഇടയ്ക്കിടെ വെള്ളം തടുത്ത് കിടങ്ങിലെത്തിക്കാൻ വരമ്പും പിടിച്ചു. ഇപ്പോൾ ഈ ട്രഞ്ചിലിൻ്റെ മുകളിലുള്ള ഈ ഫ്ലാറ്റിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇതേ ഹൈറ്റ് തന്നെയാണ് ഏറ്റവും അറ്റത്തെ ഫ്ലാറ്റിലേക്ക്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ വഴിയിൽ നിന്ന് വരുന്ന വെള്ളം, ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഇടത്തിട്ടിൽ വന്ന് തടയും. ഈ തടഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ ഈ ട്രഞ്ചിലേക്ക് പോകും. ഇത് ഈ ഇടത്തിട്ട് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഈ ഇടത്തിട്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള മണ്ണും വെള്ളം കൂടി ഒലിച്ച് നേരെ താഴേക്ക് പോകും. ഖദർ മാറ്റി തൂമ്പയെടുത്താൽ വർഗീസ് തരകൻ തനി നാട്ടുമ്പുറത്തുകാരനായി. 2 കൊല്ലം മുമ്പ് ഒരു വേനൽക്കാലത്ത് അങ്ങനെയാണ് തരകനും കൂട്ടരും പണിയെല്ലാം തുടങ്ങിവച്ചത്. വേനൽ കഴിഞ്ഞ് മൺസൂൺ വന്നപ്പോൾ നീളൻ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു. മണ്ണിന്റെ മാറിലൊളിച്ച വെള്ളം വാഴകൾ പിന്നീട് വലിച്ചെടുത്തു. വമ്പൻ കുലകൾ സമ്മാനമായി കിട്ടി. 2 കൊല്ലം മുമ്പ് ഒരു വേനൽക്കാലത്തായിരുന്നു പണിയെല്ലാം ചെയ്തത്. വേനൽ കഴിഞ്ഞ് മൺസൂൺ വന്നപ്പോൾ നീളൻ കുഴികളിൽ വെള്ളം നിറഞ്ഞു. നിറഞ്ഞതൊന്നും പുറത്തുപോയില്ല. മണ്ണിന്റെ മാറിലൊളിച്ച വെള്ളം വാഴകൾ പിന്നീട് വലിച്ചെടുത്തു. വമ്പൻ കുലകൾ വർഗീസ് തരകന് സമ്മാനമായി കിട്ടി. ആ പുറകിൽ നിൽക്കുന്ന പൂവൻ കൊല, ഒരു ഡ്രോപ്പ് വെള്ളം പോലും കൊടുക്കാതെ നിൽക്കുന്ന വാഴയുടെ കൊലയാണ് ആ കാണുന്നത്. ആ കൊലയുടെ വലിപ്പം ഒന്ന് നോക്കുക. 9 പടല, ഈ തൃശ്ശൂർ ഭാഷ ഞങ്ങളുടെ ഭാഷയിൽ പടല എന്ന് പറയും, ചില സ്ഥലത്ത് ചീർപ്പ് എന്ന് പറയും. 9-ൽ അധികം 10ഓളം പടലയാണ് ആ കാണുന്ന കൊലയ്ക്കുള്ളത്. അത് ആ കൊലയെ മാത്രമല്ല, ഈ പറമ്പിലെ ഓൾമോസ്റ്റ് എല്ലാ വാഴയ്ക്കും ഈ തരത്തിലൊരു വലിയ കൊലകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3.5 ഏക്കർ വലിപ്പമുള്ള ഈ പറമ്പിലെവിടെയും ജലസേചനത്തിനുള്ള വസ്തുക്കൾ ഒന്നും കാണാനില്ല. കിണറോ പൈപ്പോ പമ്പോ ഒന്നും. എല്ലാത്തിനും പകരമാണ് ഈ നീളൻ കുഴികൾ. ഇത് മതി വാഴക്കൂട്ടങ്ങൾക്ക് ദാഹജലം നൽകാൻ. കേരളത്തിലെ 1 സെൻറ്റ് സ്ഥലത്ത് ഒരു വർഷം 1,20,000 ലിറ്റർ മഴവെള്ളമാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. 10% വെള്ളം പോലും ആളുകൾ ആ ഭൂമിയിൽ കെട്ടി നിർത്താൻ അനുവദിക്കില്ല. മുഴുവൻ അറബിക്കടലിലേക്ക് ഒഴുകി പോവുക. ഈ കൃഷി സ്ഥലത്ത് 3.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഒരു ഡ്രോപ്പ് വെള്ളം പോലും, ഒരു സിംഗിൾ ഡ്രോപ്പ് വെള്ളം പോലും ഈ കൃഷി സ്ഥലത്തുനിന്ന് ഈ മഴക്കാലത്ത് ഒഴുകി പോകുന്ന
ഒരു പരിപാടിയില്ല. ആ കണക്കനുസരിച്ചാണെങ്കിൽ 4,20,00,000 ലിറ്റർ വെള്ളമാണ് ഈ സ്ഥലത്ത് ഒരു വർഷം താഴുന്നത്. കൃഷിക്ക് ആവശ്യമുള്ളത് കൊടുത്തിട്ടും ബാക്കിയാകും. അത് കുന്നിന് താഴത്തെ വീട്ടുകാർക്കുള്ളതാണ്. 2 കൊല്ലം മുമ്പ് കുടിവെള്ളത്തിന് മുട്ടിയിരുന്ന ഇവിടങ്ങളിലെ കിണറുകളിൽ ഈ വേനലിൽ വെള്ളം ധാരാളം. സർക്കാർ പദ്ധതിയിലൂടെ കുഴൽക്കിണർ വെള്ളം പങ്കിട്ടെടുത്തിരുന്ന ഈ വീട്ടുകാർക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടത്തെ ജലദൗർലഭ്യത്തെക്കുറിച്ച് മഴത്തുള്ളി പെരുമ പദ്ധതിയുടെ തൃശൂരിലെ തലവൻ ജോസി റാഫേൽ ലണ്ടനിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. അദ്ദേഹം തന്നെ ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ കൃഷിസ്ഥലം വന്ന് സന്ദർശിച്ചു. ഈ പ്രദേശത്തെ കിണറുകളൊക്കെ പഠന വിഷയമാക്കി. ഇപ്പോൾ ഈ കിണറ്റിൽ നിന്ന്, ഇപ്പോൾ നേരത്തെ ആ ചേച്ചി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തതാണ്. ഇവിടെ നിന്ന് ഈ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാകുമാറില്ല. ഓപ്പൺ വെല്ലാണത്. സ്വന്തം കൃഷിയിടം കാരണം അയൽക്കാരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതിന്റെ ബലത്തിലാണ് ഈ കർഷകന് സർക്കാരിനോട് ഒരു കാര്യം പറയാനുള്ളത്. ഈ ട്രഞ്ചിങ് സംവിധാനം ഉപയോഗിച്ച് കൃഷി ചെയ്യാനുള്ള മാതൃക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപ്പാക്കി കൊടുക്കുക. ആ കുന്നിൻ ചെരുവുകളുടെ താഴ്ഭാഗത്തുള്ള ഓപ്പൺ വെല്ലിലെ കുടിവെള്ളത്തിൻ്റെ അളവ്, കിണറുകളിലെ വെള്ളത്തിൻ്റെ അളവ് കൃഷി ചെയ്യുന്ന രീതിയേക്കാൾ തുടങ്ങുന്നതിന് മുന്നേ ആ അളവ് പരിശോധിക്കുക. അതിനുശേഷം ഈ കൃഷിയുടെ മാതൃക ചെയ്ത് ഒരു വർഷത്തെ മഴവെള്ളം മുഴുവൻ ഭൂഗർഭജലമാക്കി മാറ്റിയതിന് ശേഷം അടുത്ത വേനൽക്കാലത്ത് വീണ്ടും ആ താഴെ ഉള്ള ആളുകളുടെ വീടുകളിലെ കിണറിലെ വെള്ളം പരിശോധിച്ചാൽ സർക്കാരിനല്ല, പരിശോധിക്കുന്ന ആർക്കും ബോധ്യവും. പൂവനും ഞാലിപ്പൂവനും റോബസ്റ്റയും നേന്ത്രനുമെല്ലാം ഇവിടെയുണ്ട്. 700-ലധികം റബ്ബർ ചെടികളും പിടിപ്പിച്ചിട്ടുണ്ട്. വാഴയിൽ കുറ്റിക്കൃഷി സമ്പ്രദായമാണ് പിന്തുടരുന്നത്. ഇപ്പോൾ ഈ 2 റബ്ബർ ചെടികൾ തമ്മിലുള്ള അകലം 15 അടി വരെയാണ്. ഇതിൻ്റെ നേരെ സെൻറ്ററിലാണ്, പുറകിലായിട്ടാണ് ഒരു വാഴക്കന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു വാഴ കഴിഞ്ഞ 2013 ജൂൺ ജൂലൈ മാസത്തിൽ വെച്ച വാഴ കൊല വെട്ടി. ഇപ്പോൾ അതിൽനിന്ന് വീണ്ടും 3 കന്ന് കയറ്റി വിട്ടത്. അതിൻ്റെ കൊലകളും ഇപ്പോൾ ഏകദേശം വെട്ടാൻ പാകമായിട്ട് നിൽക്കണേ. ചിലത് വെട്ടി തുടങ്ങി, അപ്പുറത്തൊക്കെ വെട്ടി തുടങ്ങി. ഇനി ഇതിന്ന് വീണ്ടും ഒരു 3 കന്ന് വീതം വീണ്ടും വിടും. അപ്പോൾ ഒരു കന്നിൽ നിന്ന് ഏകദേശം ഒരു 10 കൊലെങ്കിലും ഏറ്റവും മിനിമം കിട്ടും നമുക്ക്. ട്രഞ്ചുകൾ കുഴിച്ച് തയ്യാറാക്കാൻ 2 ലക്ഷം രൂപ ചിലവായി. 2 കൊല്ലം കൊണ്ട് തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പറമ്പിന്റെ അതിരുകളിൽ 250 മഹാഗണി തൈകൾ നട്ടിട്ടുണ്ട്. അതിൽ കുരുമുളകും പടർത്തും. ഈ ഭൂമിയിൽ നിന്ന് ആദായമുണ്ടാക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതിയുമുണ്ട്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ ടാപ്പിംഗ് തുടങ്ങും. 25 വർഷം ഒരു റബ്ബർ ടാപ്പ് ചെയ്യാം. അപ്പോൾ 25-30 വർഷം കഴിഞ്ഞാൽ ഈ മഹാഗണി മുറിക്കും. മഹാഗണി ഒരു 80 തൊട്ട് 100 ഇഞ്ച് വരെ വണ്ണം വരും. തേക്ക് മരത്തിൻ്റെ അതേ വില മഹാഗണിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. വീണ്ടും റീപ്ലാന്റ് ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. 100% ജൈവ കൃഷിയാണ് ഇവിടെ. ജൈവ കൃഷിയുടെ കാര്യത്തിൽ ഒരു മൗലികവാദിയാണ് വർഗീസ് തരകൻ. ആട്ടുംകാട്ടം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ചാരം, ഈ 5 ഇനമാണ് ഈ പറമ്പിൽ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ അതേമാതിരി കീടനാശിനി ഉപയോഗിക്കില്ല. ഇവിടെ വേപ്പെണ്ണയും സോപ്പ്, അലക്കണ സോപ്പ്, വാഷിംഗ് സോപ്പ് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1/2 ലിറ്റർ വേപ്പെണ്ണയിൽ 60 ഗ്രാം സോപ്പ് പൊടിച്ച് ഇട്ട് അത് കലക്കി അതിന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്താണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പേരുള്ളതുകൊണ്ട് തന്നെ ലാഭകരമാണ് കൃഷി. നാട്ടിലെ ചന്തകളിലാണ് കച്ചവടം. വർഗീസ് തരകന്റെ കണക്കിൽ ഒരു മൂട് വാഴയുടെ വളം ഉൾപ്പെടെയുള്ള നടീൽ ചിലവ് 80 രൂപയാണ്. 10 മാസം കഴിഞ്ഞാൽ 400-നും 500-നും ഇടയ്ക്ക് കുലയ്ക്ക് വില കിട്ടും. തൊഴിലാളികളെ റബ്ബറിനും മറ്റു കൃഷികൾക്കുമായി ഒന്നിച്ച് ഉപയോഗിക്കുന്ന കാരണം അധിക ചെലവില്ല. ആദ്യത്തെ ഒരു 10 മാസം കൊണ്ട് 700 കൊല കായ വെട്ടി ഫസ്റ്റ്. അത് ശരാശരി ഒരു 15 കിലോ. അപ്പോൾ ഈ ഇത് പൂവനാണ്. ഈ പൂവൻ കൊല ഒരു 15 കിലോ കുറയില്ല. ഒരു 15-നും 18-നും ഇടയ്ക്ക് തൂക്കമുണ്ടാവും. അപ്പോൾ ഞാനത് വെട്ടി എടുത്തപ്പോൾ എനിക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 17-18 കിലോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുണ്ടാവും ചെയ്യും. കാരണം ഇതിൻ്റെ ചീർപ്പ് 9 പടലുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്തായാലും ഒരു 17 കിലോ ഉണ്ടാവും. അതേമാതിരി റോബസ്റ്റ് ഒരു 30 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 700 കൊലയിലെ ഒരു 500 കൊലയും പൂവനാണ്. അപ്പോൾ 500 × 15 വെച്ച് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30-35 രൂപ വെച്ചിട്ടാണ് ശരാശരി കൊടുക്കാറ് ഒരു കിലോന്.
നാട്ടിലും മറുനാട്ടിലും കൂടുതൽ പേർ തന്നെപ്പോലെ ജലസംരക്ഷണത്തിനും മണ്ണ് സംരക്ഷണത്തിനും ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഈ കർഷകന്റെ പ്രതീക്ഷ. പൊതുപ്രവർത്തകൻ കൂടിയായ ഈ കർഷകന് സമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കാൻ ഒരു നിർദ്ദേശം കൂടിയുണ്ട്. കൃഷിക്കാരൻ ചെയ്യുന്ന കൃഷിയിലൂടെ ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം കഴിച്ചിട്ടാണ് ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഒരാളും തന്നെ കൃഷി ഒരു പാഠ്യ വിഷയമാക്കണില്ല, പഠിക്കണില്ല, ഒരു സ്കൂളുകളും പഠിപ്പിക്കുന്നില്ല. പല സ്ഥലത്തും വലിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ 1-ാം ക്ലാസ് മുതൽ കൃഷി പാഠ്യ വിഷയമാക്കണം. PSC റാങ്ക് ലിസ്റ്റ് വഴി കിട്ടിയ ജോലി വേണ്ടെന്ന് വച്ച് കർഷകനാകാൻ തീരുമാനിച്ചപ്പോൾ കളിയാക്കിയവർ ഏറെയുണ്ട്. അവരോട് വർഗീസ് തരകൻ ഇപ്പോൾ മറുപടി പറയുകയാണ്, തന്റെ കൃഷിയിടം കാണിച്ചു കൊടുത്തുകൊണ്ട്. മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനുള്ള പാഠങ്ങളെക്കുറിച്ചറിയാൻ വർഗീസ് തരകനെ സമീപിക്കാവുന്നതാണ്. വിലാസം ശ്രദ്ധിക്കുക. വർഗീസ് തരകൻ, തരകൻ വില്ല, അമലനഗർ PO, തൃശൂർ. ഫോൺ നമ്പർ 9447738074. നമ്പർ ഒരിക്കൽ കൂടി 9447738074. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ മനോരമ news.com ലും യൂട്യൂബിലും ലഭ്യമാണ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.